നമ്മുടെ എല്ലാം മനസ്സിൽ ഒരുപാട് കാലം ഒരു മുറിവായി ബാക്കി നിൽക്കുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. വായിച്ചു കഴിയുമ്പോൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന, നമ്മുടെ ഉറക്കം കെടുത്താൻ പോന്ന ചില ജീവിതങ്ങൾ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അങ്ങനെ ഒരാളെ കുറിച്ചാണ്. രണ്ടാം ഊഴം എന്ന MT വാസുദേവൻ നായരുടെ വിസ്മയകരമായ ആ നോവലിലെ കഥാനായകൻ ഭീമസേനൻ. മഹാഭാരതം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരനോ വീരനായ അർജുനനോ കൃഷ്ണനോ ആയിരിക്കും. എന്നാൽ MT നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരു രണ്ടാം സ്ഥാനക്കാരന്റെ വേദനയാണ്. എന്നും രണ്ടാമൻ മാത്രമായി ജീവിക്കാൻ വിധിക്കപ്പെട്ട, ആരും ശ്രദ്ധിക്കാതെ പോയ ശക്തനായ ഒരുവന്റെ കഥ. അവന്റെ ഹൃദയത്തിൽ നിന്നുള്ള തേങ്ങലോട് കൂടിയേ നമുക്ക് ഈ കഥ വായിച്ച് അവസാനിപ്പിക്കാനാകും. MTയുടെ മാന്ത്രിക തൂലികയിൽ നിന്ന് പിറന്ന ഭീമൻ നമുക്ക് പരിചിതമായ മഹാഭാരത കഥാപാത്രമല്ല. അവൻ വെറുമൊരു പോരാളിയുമല്ല, മറിച്ച് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. ചെറുപ്പം മുതലേ ഭീമൻ അവഗണിക്കപ്പെട്ടവനായിരുന്നു. എല്ലാവരുടെയും സ്നേഹവും ബഹുമാനവും അർജുനനും യുധിഷ്ഠിരനും ലഭിക്കുമ്പോൾ ഭീമൻ എല്ലാവർക്കും ഭാരമായി തീർന്നു. അവന്റെ ശക്തിയെ പേടിക്കുമ്പോൾ പോലും ആരും അവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ നോവൽ തുടങ്ങുന്നത് കൗരവരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷപ്പെട്ട് ഏകചക്രയിൽ താമസിക്കുന്ന പാണ്ഡവരെയും കുന്തിയെയും പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ശക്തനും എന്നാൽ നിസ്സഹായനുമായ ഭീമന്റെ കാഴ്ചപ്പാടിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത്. ഭീമന്റെ ബാല്യകാലം, ഹിഡുംബിയുമായുള്ള കണ്ടുമുട്ടൽ, ദ്രൗപദിയുടെ സ്വയംവരം, ഇന്ദ്രപ്രസ്ഥത്തിന്റെ നിർമ്മാണം, ചൂതാട്ടം, വനവാസം, അജ്ഞാതവാസം, കുരുക്ഷേത്ര യുദ്ധം എന്നിവയെല്ലാം ഭീമന്റെ മാനസികാവസ്ഥയിലൂടെയും ചിന്തകളിലൂടെയും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. നോവലിൽ ഭീമന്റെ ശക്തിയും ദൗർബല്യവും ഒരുപോലെ എടുത്തു കാണിക്കുന്നുണ്ട്. തന്റെ സഹോദരങ്ങളോടുള്ള സ്നേഹം, ദ്രൗപദിയോടുള്ള യഥാർത്ഥ പ്രണയം, അധികാരത്തോടുള്ള വെറുപ്പ്, നീതിക്ക് വേണ്ടിയുള്ള ദാഹം എന്നിവയെല്ലാം ഭീമന്റെ ഓരോ പ്രവൃത്തിയിലും നേടിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി അവൻ പലപ്പോഴും വെമ്പൽ കൊള്ളുന്നതും നമുക്ക് കാണാനാകും. കുന്തിയുടെയും ദ്രൗപദിയുടെയും സ്വാധീനം ഭീമന്റെ ജീവിതത്തിൽ എത്രത്തോളമായിരുന്നു എന്നും നോവൽ വ്യക്തമാക്കുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീമൻ നടത്തുന്ന ഓരോ പോരാട്ടവും അവന്റെ ഉള്ളിലെ വേദനയുടെയും പ്രതികാരത്തിന്റെയും ആഴം വെളിപ്പെടുത്തുന്നു. ദുര്യോധനുമായുള്ള ഗദായുദ്ധം, ദ്രൗപദിയുടെ അപമാനത്തിന് പകരം വീട്ടാനുള്ള നിശ്ചയദാർഢ്യം എന്നിവയെല്ലാം നമ്മെ പിടിച്ചുകുലുക്കുന്ന അനുഭവങ്ങളാണ്. യുദ്ധാനന്തരം വിജയം നേടിയെങ്കിലും ഭീമന്റെ മനസ്സിലെ മുറിവുകൾ ഉണങ്ങുന്നില്ല എന്ന് നമുക്ക് കാണാനാകും. ദ്രൗപദി 5 പേരുടെ ഭാര്യയായി വിധിക്കപ്പെട്ടവൾ. പക്ഷേ ഭീമൻ അവളിൽ കണ്ടത് തന്റെ ജീവന്റെ ബാധ്യയായിരുന്നു. ഓരോ തവണ അവളെ അപമാനിക്കുമ്പോഴും അവന്റെ ഹൃദയം ഒരഗ്നിപർവ്വതം പോലെ പുകഞ്ഞു. ആ നിസ്സഹായതയിൽ നിന്നുള്ള വേദന നമ്മെ പൊള്ളിക്കാൻ പോകുന്നതാണ്. ഒറ്റപ്പെടലിന്റെയും വേദനയുടെയും ഇടയിൽ ഒരു മരുപ്പച്ച പോലെ അവനെ തേടിയെത്തിയ സ്നേഹം, അതായിരുന്നു ഹിഡുംബി. ഭീമനെ നിരുപാധികം സ്നേഹിച്ചവൾ. അവരുടെ പ്രണയം ഒരു മിന്നൽ പിണർ പോലെ വന്ന് പെട്ടെന്ന് മാഞ്ഞുപോയെങ്കിലും ഭീമന്റെ ഹൃദയത്തിൽ അതൊരു നൊമ്പരമായി എന്നും നിലനിന്നു. ഒരു ഘട്ടത്തിൽ തന്റെ പിതൃത്വം പോലും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആ ഭീമമായ ശരീരത്തിനുള്ളിൽ കിടന്ന് തേങ്ങുന്ന ഹൃദയത്തിന് മുമ്പിൽ ഒരു നിമിഷം നമ്മൾ മുഖമായി കരഞ്ഞുപോകും. രണ്ടാം ഊഴം വെറുമൊരു ഇതിഹാസ കഥയുടെ പുനരാഖ്യാനമല്ല. ഇത് മനുഷ്യന്റെ വികാരങ്ങളെയും സംഘർഷങ്ങളെയും കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമാണ്. കാലാതീതമായി നിലനിൽക്കുന്ന പ്രമേയമാണ് ഈ നോവലിന്റെ വിജയവും. ഭീമൻ എന്ന പോരാളിയുടെ മാനസിക ലോകത്തിലൂടെയുള്ള ഈ യാത്ര ഓരോ വായനക്കാരനെയും ചിന്തിപ്പിക്കും. എന്തുകൊണ്ടാണ് ഒരാൾ എപ്പോഴും രണ്ടാമനാകുന്നത്? സ്വന്തം ശക്തി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടി വരുന്നത്? ഈ ചോദ്യങ്ങൾ നോവൽ നമ്മളോട് ചോദിക്കുന്നതായി നമുക്ക് തോന്നും. MTയുടെ മനോഹരമായ ഭാഷയും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന രീതിയും ഈ നോവലിനെ കൂടുതൽ ആകർഷകമാക്കുന്നു. മഹാഭാരതത്തെ പുതിയൊരു കണ്ണിലൂടെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ പുസ്തകം വായിച്ചിരിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ രണ്ടാം ഊഴം വായിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ മറ്റൊരു പുസ്തകവുമായി വരുന്നതായിരിക്കും. ഹാപ്പി റീഡിംഗ്.